UEFA വേഴ്സസ് ഫിഫ മനോഹരമായ ഒരു പോരാട്ടമാണ് ഇപ്പൊ ഇവര് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവരും ഇപ്പൊ കൊമ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വാർ, അങ്ങനെ തന്നെ വേണം പറയാൻ. അതിനുള്ള കാരണം എന്താണല്ലേ, ലോകകപ്പിന് ശേഷമാണ് ഇതിനെല്ലാം ആരംഭം. ഫിഫയുടെ പ്രസിഡന്റ് ഇൻഫാന്റിനോ ആയിട്ട് UEFA ഓൾറെഡി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റേക്സ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ തർക്കം ആരംഭിച്ചത്. ഇതായിപ്പോ UEFA പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു. UEFA സൂപ്പർ കപ്പ് ഫൈനൽ, ഇന്ന് നടക്കാൻ പോകുന്ന ഫൈനൽ, PSG വേഴ്സസ് ആസ്റ്റൺ വില്ല, ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സും അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് വിന്നേഴ്സും നമ്മൾ ഏറ്റുമുട്ടുന്ന സൂപ്പർ ക്ലാസിക് ഫൈനൽ. അതിന് റഫറി ആയിട്ട് അവർ നിയമിച്ചത് ആരെയാണെന്നറിയോ? ഒമർ അർട്ടൻ, സോമാലിയിൽ നിന്നുള്ള റഫറിയാണ്, ആഫ്രിക്കൻ റഫറി. അപ്പൊ എന്താണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് നിങ്ങൾക്കറിയോ? വേറെ റെക്കോർഡ് കൊണ്ടുണ്ട്. യൂറോപ്യൻ സൂപ്പർ കപ്പ്, UEFAയുടെ സൂപ്പർ കപ്പ് ഫൈനലില് നയിക്കാൻ പോകുന്ന യൂറോപ്യൻ അല്ലാത്ത ആദ്യ റഫറി ആവാൻ പോവുകയാണ് താരം. ഇന്നാണ് അതിനുള്ള ഒരു ആദ്യപടി മുന്നോട്ട് UEFA വെക്കുന്നത്. എന്താ പറയണ്ടേ, ഇതിനു മുമ്പ് യൂറോപ്യൻ റഫറിമാര് മാത്രം നിയന്ത്രിച്ചിരുന്ന മത്സരമായിരുന്നു UEFAയുടെ സൂപ്പർ കപ്പ് ഫൈനലൊക്കെ. ഇതാദ്യമായി യൂറോപ്പിൽ നിന്നല്ലാത്ത റഫറി, അതും ആഫ്രിക്കയിലെ സോമാലിയിൽ നിന്നുള്ള ഒമർ, അദ്ദേഹത്തിന് അവസരം കിട്ടിയിരിക്കുന്നത്. എന്താ കാരണം എന്നല്ലേ, ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് ഒമറിന് എല്ലാ രേഖകളുണ്ടായിട്ടും അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റഫറിങ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതിനെതിരെ UEFA ഒക്കെ കടുത്ത നിലപാട്, അതൃപ്തിയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷെ ഒന്നും ഇൻഫാന്റിനോയും സംഘവും കേട്ടിരുന്നില്ല. സോ അവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നിപ്പോ കൊടുക്കാൻ പോകുന്നത്. UEFA സൂപ്പർ കപ്പ് പോലത്തെ സൂപ്പർ ക്ലാസിക് ഫൈനൽ പോരാട്ടത്തിന് റഫറിയായി ഏറ്റവും ക്വാളിറ്റിയുള്ള റഫറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുവരുന്നത് ഒമറിനെ. ചുമ്മാ അതൊന്നല്ല, ഒമർ ആഫ്രിക്കൻ ബെസ്റ്റ് റഫറി ഓഫ് ദി ഇയർ ഒക്കെ നേടിയിട്ടുള്ള താരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റഫറിങ്ങിലൊന്നും ഒരു കുറ്റം പോലും ഇല്ല. പക്ഷെ അദ്ദേഹത്തിനെ ആഫ്രിക്കക്കാരൻ എന്ന രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് USA തടഞ്ഞപ്പോ UEFA കൂടെ കൂട്ടുകയാണ്. ഇതൊരു വാറിന്റെ വെറും ഒരു ആരംഭം മാത്രം. UEFA എന്തായാലും ഫിഫയ്ക്കെതിരെ നല്ല കടുത്ത തീരുമാനങ്ങൾ ഈ അടുത്ത വരും ദിവസങ്ങളിൽ എടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മേ ബി ലോകകപ്പ് വരെ ബഹിഷ്കരിക്കാൻ യൂറോപ്യൻ ടീമുകളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു UEFA എന്നും കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. സോ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് വാർ ഇത് നടക്കണം. കാരണം ഇൻഫാന്റിനോ ടീമും കുറച്ചുപേര് ഇൻഫാന്റിനോട് കൂടിയിട്ടുണ്ടെന്നത് സത്യമാണ്. ഇപ്പൊ അർജന്റീന പോലത്തെ ഫെഡറേഷനുകളൊക്കെ ഇൻഫാന്റിനോയ്ക്ക് പൂർണ്ണ സപ്പോർട്ടായി കൂടിയിട്ടുണ്ട്. USA സപ്പോർട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒരുവിധം യൂറോപ്യൻ ടീംസും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഇൻഫാന്റിനോയ്ക്ക് എതിരായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ ഇതൊരു കടുത്ത യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ആഫ്രിക്കൻ റഫറിക്ക് UEFA സൂപ്പർ കപ്പ് ഫൈനൽ നിയന്ത്രിക്കാൻ അവസരം കിട്ടുന്നതിൽ ഏറെ സന്തോഷവാനാണ് ഞാൻ. കാരണം ലോകം മാറിയിരിക്കുന്നു, കാലഘട്ടം മാറിയിരിക്കുന്നു. ഇനി ആഫ്രിക്ക, ഏഷ്യ എന്നൊന്നും പറഞ്ഞ് തിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും മനുഷ്യരാണ്. അത് അങ്ങനെ കണ്ടാൽ പോരെ, പിന്നെ എന്തിനാണ് നമുക്ക് ഈ പ്രശ്നം?